ഇന്ന് 5ാം ക്ലാസ്സിലെ EVSലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. എവേ ഫ്രം ഡിസീസസ്. എന്താണ്? രോഗങ്ങളെ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എവേ ഫ്രം ഡിസീസസ്? അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഏതെല്ലാം ജീവികൾ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ഡിസീസസ് ഉണ്ടാകുന്നത്? ഇതെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. It is a viral fever. Anyone else at home caught with fever? Yes, his sister and I were affected. എന്താ ചോദിക്കുന്നത്? ഡോക്ടർ എന്താ ചോദിക്കുന്നത്? ഇതൊരു വൈറൽ ഫീവറാണ് അല്ലേ? ഇതൊരു പകരുന്ന പനിയാണ്. ഇത് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഫീവർ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ എന്താ മദർ എന്താ പറയുന്നത്? ഉണ്ട്, എനിക്കും ഇവൻ്റെ സിസ്റ്റർക്കും പനി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? അത് പകർന്ന ഒരു പനിയാണെന്ന് അർത്ഥം. ഇനി ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? അല്ലേ, നിങ്ങൾ ഈ ഒരു കോൺവെർസേഷൻ വായിച്ചല്ലോ. എന്താണ് അവരുടെ ഫീവറിനുള്ള കാരണം? എന്തായിരിക്കാം? എന്താണ്? സ്പ്രെഡ് ചെയ്തതാണല്ലേ. വാട്ട് കുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ് ടു അതേഴ്സ്? നമുക്ക് വേറൊരാളിലേക്ക് അസുഖം പകരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും? റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരം നിങ്ങൾക്കറിയാവുന്ന എന്താണ് ഡിസീസുകളുടെ നെയിംസൊക്കെ നിങ്ങളുടെ എന്താണ് എൻവിയോൺമെൻ്റൽ അല്ലെങ്കിൽ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതുക. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അതായത് എല്ലാം എന്താണ് പകരുന്ന രോഗങ്ങളാണോ? എല്ലാം എന്താണ് പകരുന്ന രോഗങ്ങളല്ല. ചിലതൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം, ചിലതൊന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയില്ല. അങ്ങനത്തെ രോഗങ്ങളാണ്. അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ പകരുന്ന രോഗങ്ങൾ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ പകരാത്ത രോഗങ്ങൾ. അതായത് ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണ്? അതായത് പകരുന്ന രോഗങ്ങൾ ഏവ എന്നാണ് ചോദ്യം. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതെല്ലാം? പകരാത്ത രോഗങ്ങൾ ഏവ? ഇതാണ് നമുക്ക് എഴുതാനുള്ളത്. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് എഴുതാം. ഏതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഡെങ്കു ഫീവർ അല്ലേ, ഡെങ്കിപ്പനി ഒന്നാണ്. ജോൺഡൈസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം പകരുന്ന ഒന്നാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. കോളറ, ചിക്കൻ പോക്സ്, ട്യൂബർകുലോസിസ്, TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB, അതായത് ക്ഷയം എന്ന് പറയുന്ന അസുഖത്തെയാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെങ്കു ഫീവർ, ജോൺഡൈസ്, കോളറ, ചിക്കൻ പോക്സ്, ട്യൂബർകുലോസിസ് ഓർ TB, ഈ അസുഖങ്ങളെല്ലാം എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ്? അതായത് ക്യാൻസർ, ഡയബറ്റീസ് അല്ലേ, പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, കിഡ്നി സ്റ്റോൺ, ഇതൊന്നും എന്തല്ല? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല. ഒരാളിൽ ഉണ്ടെന്ന് വെച്ച് മറ്റൊരാളിലേക്ക് പകരുകയില്ല. ക്യാൻസർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, കിഡ്നി സ്റ്റോൺ, ഇതെല്ലാം എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളാണ്. എന്നാൽ ഒരാൾക്കുണ്ടായാൽ തന്നെ മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുക. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് വ്യക്തമായി ശ്രദ്ധിക്കണം. മാസ്ക് ധരിക്കുക, അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വേണം അത്തരം രോഗികളെ നമ്മൾ സന്ദർശിക്കാൻ. അതിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ഇതാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് എന്ന് പറഞ്ഞാൽ വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. അത് സ്പ്രെഡ് ചെയ്യുന്നു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസുകളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അതായത് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖത്തെ എന്ത് വിളിക്കുന്നു? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കുന്നു. ഇനി പാൻഡമിക്സ്. എന്താണ് പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ? പാൻഡമിക്സ് എന്ന് പറഞ്ഞാൽ മഹാമാരികളെയാണ് പാൻഡമിക് ഡിസീസസ് എന്ന് വിളിക്കുന്നത്. When communicable diseases spread to other countries or continents and affect a large number of people, it is called a pandemic. പാൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, പകരുന്ന അസുഖങ്ങളാണ്, ഈ പകർച്ചവ്യാധികൾ തന്നെയാണ്. പക്ഷേ ഈ പകർച്ചവ്യാധികൾ എങ്ങനെയാണ്? അതായത് ജസ്റ്റ് അടുത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവരിലേക്ക് മാത്രമല്ല, അതിനുമപ്പുറം ഒന്നുകിൽ ഒരു രാജ്യമോ ഒന്നുകിൽ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ കോണ്ടിനെൻ്റ്
ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്കോ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കോ ഒക്കെ, അല്ലെങ്കിൽ ഒരു വലിയ ജനങ്ങളിലേക്കോ ഒരുപാട് ആളുകളിലേക്കോ ഒക്കെ പകരുന്ന അസുഖത്തെ നമ്മൾക്ക് അത്രയ്ക്കും പകർച്ച കൂടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പാൻഡമിക്സ് എന്ന് വിളിക്കാം. സാധാരണ ഒരു കുറച്ച് ഏരിയയിൽ മാത്രം ഒരു അസുഖം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ, പകരുന്നേ ഉള്ളൂവെങ്കിൽ അതിനെ പാൻഡമിക്സ് എന്ന് പറയുന്നൂടാ. പക്ഷേ രാജ്യങ്ങൾക്കപ്പുറത്തേക്കും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്കും ഒക്കെ, കോണ്ടിനെൻസിനും കൺട്രീസിനും അപ്പുറത്തേക്കൊക്കെ ഒരു അസുഖം അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളിലേക്ക് ഒന്നിച്ച് സ്പ്രെഡ് ചെയ്യുകയാണ്, ഒരു ഏരിയ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഡിസീസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പാൻഡമിക്സ് എന്ന് വിളിക്കുന്നു. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ്, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന എന്ത്? ടു അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളിലേക്ക്, ഓർ കോണ്ടിനെൻറ്റ്സ്, മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക്, ഓർ അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, വലിയൊരു നമ്പർ ഓഫ് ജനങ്ങളിലേക്ക്. ഇറ്റ് ഈസ് കോൾഡ് പാൻഡമിക്സ്. ഇതിനെ പാൻഡമിക്സ് എന്ന് വിളിക്കുന്നു. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അത്തരം പാൻഡമിക്സ് ആയിട്ടുണ്ടായിരുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം എന്താണ്? ഇത്തരം പാൻഡമിക്സ് ഡിസീസ്, ഇതിന് മുൻപുണ്ടായിട്ടുള്ള പാൻഡമിക് ഡിസീസുകളാണ്. ഏതൊക്കെയാണത്? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലാഗ്, COVID-19 etc. ആർ സം ഓഫ് ദ പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള പാൻഡമിക്സ് ആണ്. എന്നാൽ നമ്മൾ ഇതിനെല്ലാം സർവൈവ് ചെയ്തിട്ടുമുണ്ട്, ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ചിട്ടുമുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ അസുഖങ്ങൾ എന്ന് നോക്കൂ. സ്മോൾ പോക്സ് എന്ന് പറഞ്ഞാൽ വസൂരി എന്ന് പറയും. ഒരുപാട് കാലം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്, അതായത് ചിക്കൻ പോക്സിനേക്കാളും വലിയ കുരുകളായിട്ട് വരുന്ന ഒരു അസുഖത്തെയാണ് സ്മോൾ പോക്സ് പിടിപെട്ടിട്ട് ആദ്യമകാലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചിരുന്നു. അതിൻ്റെ മലയാളം നെയിമാണ് വസൂരി എന്ന് പറയുന്ന ഒരു അസുഖം. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു സ്മോൾ പോക്സ്. പിന്നെ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB, ക്ഷയം എന്ന് പറയുന്ന അസുഖം. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷയം, അതിൻ്റെ മലയാളം TB എന്ന് പറയും. ഈ അസുഖവും ഇന്നും പാടെ ഇല്ലാതായി എന്ന് പറഞ്ഞുകൂടാ, ഇപ്പോഴും അതുണ്ട്. പക്ഷേ ആദ്യത്തെ പോലെ ജനങ്ങളെ ബാധിക്കുന്നില്ല. അതിന് നേരത്തെ തന്നെ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതുകൊണ്ടൊക്കെ ഒരുപാട് കൺട്രോൾ ആയിട്ടുള്ള ഒരു അസുഖമാണ് ട്യൂബർകുലോസിസ്. പിന്നെ പ്ലാഗ്, എലിപ്പനി എന്ന് പറയും. പ്ലാഗ് അല്ലേ, പ്ലാഗ് എന്നും പറയാറുണ്ട്, പ്ലാഗ് എന്ന അസുഖം. പിന്നെ COVID-19, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പാൻഡമിക്സ് ഡിസീസുകൾക്ക് എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ആർൻറ്റ് വി മോർ ലൈക്ലി ടു ഗെറ്റ് അഫക്റ്റഡ് വെൻ വി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സംവൺ ഹൂ ഈസ് സിക്ക്. അതായത് നമ്മൾ രോഗമുള്ള ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് രോഗം വരാൻ സാധ്യത ഉണ്ടല്ലോ അല്ലേ? വാട്ട് കോസ് സാധ്യതയുണ്ട്, അതാണ് ചോദിക്കുന്നത്. സാധ്യതയില്ലേ? വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എന്തെല്ലാമാണ് കാരണമാകുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? അതാണ് ചോദ്യം. ക്യാൻ വി സീ ദം, അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇത്തരം കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാക്കുന്നവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അല്ലേ? അതിൻ്റെ അത്തരം ജീവികളെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചാണ് നമ്മളോട് ഇനി പറയുന്നത്. പാത്തജൻസ്. എന്താ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ? രോഗകാരികൾ. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ രോഗകാരികൾ. കുറച്ച് വേർഡ്സ് വരുന്നുണ്ട് ഇതിനകത്ത്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, അതായത് ഈ സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറച്ച് വേർഡ്സുകളാണ്, ഇംഗ്ലീഷ് വേർഡ്സുകളാണ്. അർത്ഥം അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി എഴുതി വെച്ച് എന്നിട്ട് പഠിക്കുക കേട്ടോ. പാത്തജൻസ്, രോഗകാരികൾ. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗി ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ naked eyes. They are called pathogens because they cause diseases. എന്താ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ? രോഗകാരികളാണ്. രോഗകാരികളായിട്ടുള്ള ചില ജീവികളെയാണ് പറയുന്നത്. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ്. അതായത് ഒരുവിധം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് ആരാണ്? മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികളാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ആരൊക്കെയാണത്? ബാക്ടീരിയ, ബാക്ടീരിയ, വൈറസ്, ഫംഗി അല്ലേ, ഫംഗസ്. അതായത് ബാക്ടീരിയയും വൈറസും ഫംഗസുകളുമാണ് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദ നേക്കഡ് ഐസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല.
അതായത് ഈ നേരെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ദേ ആർ കോൾഡ് പാത്തജൻസ് ബിക്കോസ് ദേ കോസ് ഡിസീസ്. ഇവയാണ് പാത്തജൻസ് എന്ന് വിളിക്കുന്നത് കാരണം അവർ ഡിസീസ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കാത്ത ചില മൈക്രോ ഓർഗാനിസംസ് ആണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതാണ് ബാക്ടീരിയ, ഇതാണ് വൈറസ്, ഇതിൻ്റെ പിക്ചറുണ്ട്. ഇനി ഫംഗസ്. ഈ ഇത്തരം പിക്ചേഴ്സ് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇനി മൈക്രോസ്കോപ്പിക് ഇതിലെല്ലാം എന്താണ് ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്നത് എന്താണ്? മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴുള്ള അവയുടെ രൂപമാണ് ഈ പിക്ചറിൽ കാണുന്നത് കേട്ടോ. ഇനി ലീവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്. ഇവയോട് ഒപ്പം ഒന്ന് നോക്കാം എന്താണെന്ന്. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ മൈക്രോ ഓർഗാനിസമും എല്ലാ സൂക്ഷ്മജീവികളും പാത്തജൻസ് അല്ല എന്ന് പറഞ്ഞാൽ രോഗകാരികളല്ല. ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് നല്ല ബാക്ടീരിയാസൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. എന്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എന്താണത്? ഡൈജഷനും അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് അബ്സോർബ് ചെയ്യാനും നമ്മുടെ ദഹനത്തിനും ഡൈജഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്? അതിനൊക്കെ ബാക്ടീരിയ തന്നെയാണ് സഹായിക്കുന്നത് കേട്ടോ. ഇനി ദർ ആർ മെനി ഇൻസ്റ്റൻസസ് വേർ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി യൂസ്ഫുൾ ടു അസ്. ഇനി പറയുന്നത്? കുറേ ജീവികൾ, ഇത്തരം മൈക്രോ ഓർഗാനിസം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവ ചെയ്യുന്നത്? ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സെർട്ടൈൻ ബാക്ടീരിയ. അതിൻ്റെ ഒരു ഹെൽപ്പാണ് ഈ പറയുന്നത്. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സെർട്ടൈൻ ബാക്ടീരിയ. നമ്മുടെ ദോശമാവ് തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെക്കും. അടുത്ത ദിവസത്തേക്ക് നല്ല പൊങ്ങി വരും. അത് ചെയ്യുന്നതാരാ? ഫെർമെൻറ്റ് ചെയ്യിക്കുന്നതാരാണ്? ബാക്ടീരിയകളാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണത്. ബാക്ടീരിയ ആൻഡ് ഫംഗി ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. പിന്നെ ഈ സോയിൽ, അതായത് മണ്ണിൽ ഈ ജൈവഘടകങ്ങളൊക്കെ വിഘടിപ്പിച്ച്, അതായത് ഫുഡ് വേസ്റ്റ് എന്തുണ്ടെങ്കിൽ അതിനൊക്കെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്നത് ആരാണ്? ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ തന്നെയാണ്. ഫൈൻഡ് മോർ ഇൻസ്റ്റൻസസ് വേർ മൈക്രോ ഓർഗാനിസംസ് ആർ ബെനിഫിഷ്യൽ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇനി അവയുടെ കൂടുതൽ ഉപയോഗങ്ങളൊക്കെ, കാരണം പാലിനെ പുളിപ്പിക്കുന്നത് തൈര് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഇതുപോലത്തെ മൈക്രോ ഓർഗാനിസം തന്നെയാണ്. ദ വേൾഡ് ഓഫ് ഫംഗി. ഇനി ഫംഗസുകളുടെ ലോകത്തെക്കുറിച്ചാണ്. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. നമുക്ക് എപ്പോഴും അറിയുന്നൊരു കാര്യമാണ്, ബ്രെഡിൽ വരാറുണ്ട്? പൂപ്പൽ വരാറുണ്ട്. പിന്നെ ക്ലോത്ത്സിൽ ചില സമയങ്ങളിൽ നനഞ്ഞൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിനകത്ത് ഒരു ബ്ലാക്ക് മോൾഡ് ഒരു കറുത്ത, അതായത് കരിമ്പൻ എന്ന് പറയും, അത് കാണാറുണ്ട്. ദേ ആർ ഓൾ ഫംഗി. ഇതൊക്കെ എന്താണെന്ന് അറിയുമോ? ഫംഗസ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അതായത് കറുത്ത ഡ്രസ്സിൽ കാണുന്ന കരിമ്പനായാലും ബ്രെഡിൽ വരുന്ന പൂപ്പലായാലും ഒക്കെ ഫംഗസുകളാണത്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗി ദാറ്റ് കോസ് ഡിസീസസ് ടു ഹ്യൂമൻസ്. നമ്മളുടെ മനുഷ്യന് ഡിസീസ് ഉണ്ടാക്കുന്ന ചില ഫംഗസുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിൻ്റെ പേരുകളാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ ചില ഫംഗസുകൾക്ക് അതായത് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസുകൾക്ക് എക്സാമ്പിളാണ് ഈ 3 നെയിമുകളും. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കഴിക്കുന്ന കൂണുണ്ട്. ഈ കൂൺ ഒരു ഫംഗസാണ്. നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ഫംഗസുകൾ ഈ ലോകത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഹൗ ഡിസീസസ് സ്പ്രെഡ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. നിങ്ങൾ ഈ പിക്ചർ നോക്കുക, എന്നിട്ട് എങ്ങനെയാണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂ കേട്ടോ.
വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്? നമ്മൾ സ്നീസ് എന്ന് പറഞ്ഞാൽ തുമ്മുമ്പോഴും കഫ് ചുമയ്ക്കുമ്പോഴുമൊക്കെ നമ്മൾ എന്തുകൊണ്ട് കർച്ചീഫ് കൊണ്ട് എന്ത് ചെയ്യണം, മുഖമൊക്കെ പൊത്താറുണ്ട് അല്ലേ, നോസ് മൗത്തൊക്കെ പൊത്താറുണ്ട്. ഇതെന്തിനാണ്? എന്തിനാ നമ്മളിങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ്? വൈ ഡു വി കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്? നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കവർ ചെയ്ത് വെക്കുന്നതൊക്കെ എന്തിനാണ്? അതായത് ഹൗസ് ഫ്ലൈയോ മോസ്കിറ്റോ ഒക്കെ വരാതിരിക്കാൻ അല്ലേ, ഇത്തരം ജീവികളൊന്നും വരാതിരിക്കാനും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാനുമാണ്. അതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ഇൻ വാട്ട് വേസ് ഡു ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ഹ്യൂമൻ ബോഡി? ഇനി ഈ ഡിസീസ് ഉണ്ടാക്കുന്ന ഇത്തരം ജീവികൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്? ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദ ഐഡിയ ചാർട്ട്. അതായത് ഈ ഒരു ചാർട്ടിലൂടെ നിങ്ങളത് വ്യക്തമാക്കും എന്നാ പറയുന്നത്. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസ് ദേ കോസ്. അതായത് ഈ സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്ന ഓരോരോ രീതികൾ ഏതൊക്കെ രീതിയിലൂടെയാണ് പ്രവേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അതാദ്യമായിട്ട് എങ്ങനെയാണ് പറയുന്നത്? 2 രീതിയിലാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് എന്താണ്? ത്രൂ വെക്റ്റേഴ്സ്, നോട്ട് ത്രൂ വെക്റ്റേഴ്സ്, മറ്റൊന്ന് ത്രൂ വെക്റ്റേഴ്സ്. അതായത് രോഗാണുവാഹകരിൽ നിന്ന്. നോട്ട് ത്രൂ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. മറ്റേതെന്താണ്? ത്രൂ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗാണുവാഹകരിൽ നിന്ന്. എങ്ങനെയാണതെന്ന് നോക്കാം. ഇനി നോട്ട് ത്രൂ വെക്റ്റേഴ്സ്, അതായത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ വരുന്നതിനെക്കുറിച്ചാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. സോയിലൂടെ പകരാം അല്ലേ, നേരിട്ട് ഒരു മറ്റു വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് മനുഷ്യരിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, അങ്ങനെ ആരെങ്കിലും നിന്നോ, അങ്ങനെയുള്ള ജീവിവർഗത്തിൽ നിന്നൊക്കെ നമുക്ക് പകരാൻ സാധ്യതയുണ്ട് അസുഖങ്ങൾ. അങ്ങനെ അല്ലാതെയും നമുക്ക് പകരാം. അതാണ് നോട്ട് ത്രൂ വെക്റ്റേഴ്സ്. അങ്ങനെ വാഹകരിൽ നിന്നല്ല, നേരിട്ട് ഈ രോഗാണുവിനെ വഹിച്ചുകൊണ്ട് നമുക്ക് നേരെ കൊണ്ടുവന്ന് നമുക്ക് തരുന്നത് അല്ലാതെ നമുക്ക് നേരിട്ട് ഈ ജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാം. അതാണ് നോട്ട് ത്രൂ വെക്റ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് സോയിൽ നിന്ന്, മണ്ണിൽ നിന്ന്, എയറിലൂടെ, ഫുഡിലൂടെ, വാട്ടറിലൂടെ ഒക്കെ നേരിട്ട് ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മളെ അറ്റാക്ക് ചെയ്യാം. അതാണ് നോട്ട് ത്രൂ വെക്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കത് നോക്കാം. അതായത് ഫസ്റ്റ് ത്രൂ സോയിലിലൂടെ എങ്ങനെ, മണ്ണിലൂടെ എങ്ങനെയൊക്കെ പകരുന്നത് എന്തൊക്കെയാണ്? വോം ഡിസീസ് അല്ലേ, പുഴുക്കൾ, അതായത് വിരകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ ഇത് കയറാം. അങ്ങനെ വിരശല്യം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ത്രൂ സോയിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് വോം ഡിസീസ്, വിരശല്യം. പിന്നെ ടെറ്റനസ് എന്ന അസുഖവും നമുക്ക് എന്തുണ്ടാവാറുണ്ട്? സോയിലിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് നമുക്ക് അഫക്റ്റ് ചെയ്യാവുന്ന അസുഖങ്ങളാണ്. ഇനി ത്രൂ എയർ, വായുവിലൂടെ ഏതൊക്കെ ഉണ്ടാവാം? ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB എന്ന് പറയുന്ന, ക്ഷയം എന്ന് മലയാളത്തിൽ പറയുന്ന ഈ അസുഖം എന്താണ്? എയറിലൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എയറിലൂടെ പകരാൻ സാധ്യതയുള്ള മറ്റൊരു അസുഖമാണ് ചിക്കൻ പോക്സ്. എല്ലാവർക്കും അറിയാം. COVID-19 എയറിലൂടെ പകരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ പോക്സും COVID-19 ഒക്കെ എന്തിന് സാധ്യതയുണ്ട്? എയറിലൂടെ പകരാൻ സാധ്യതയുണ്ട്. ഇത് എയറിലൂടെയും പകരാം, അല്ലാതെ ഒരാൾ വഴിയും പകരാം കേട്ടോ. ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അയാളെ പോയി തൊട്ടാൽ അതുവഴിയും നമുക്ക് പകരാറുണ്ട് ഈ ചിക്കൻ പോക്സും COVID-19 ഒക്കെ. എന്നാൽ എയറിലൂടെയും പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. ഇനി ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്. ഇനി ഫുഡും വാട്ടറിലും, അതായത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ പകരുന്ന എന്തൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ടൈഫോയിഡ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. ടൈഫോയിഡ് ഭക്ഷണത്തിലൂടെയും വാട്ടറിലൂടെയും ഒക്കെയാണ്. ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് A, ഈക്കോളി ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് A, ടൈഫോയിഡ്, ഈ അസുഖങ്ങളൊക്കെ എന്തിലൂടെ വരാൻ സാധ്യതയുണ്ട്? വാട്ടറിലൂടെയോ ഫുഡിലൂടെയോ ഒക്കെ നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. ഇനി ത്രൂ വെക്റ്റേഴ്സ്, അതായത് രോഗാണുവാഹകരിൽ നിന്ന്, അത് നേരിട്ട് അതല്ലാതെ, അതായത് മറ്റുള്ളവർ കൊണ്ടുവന്നിട്ട്, മോസ്കിറ്റോ ആയിക്കോട്ടെ, ഹൗസ് ഫ്ലൈ ആയിക്കോട്ടെ, ഈച്ചയോ കൊതുകോ, നമ്മൾ മനുഷ്യരോ പക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് അസുഖങ്ങൾ പകരാം. പക്ഷെ അവർ എന്താ ചെയ്യുന്നത്? അവർ ഈ സൂക്ഷ്മജീവികളുണ്ടല്ലോ, ഈ മൈക്രോ ഓർഗാനിസത്തെ എവിടെന്നെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ അത് വരും, എന്നിട്ട് അവർ പിന്നീട് നമുക്ക് തരും. അങ്ങനെ പകരുന്നതാണ് ത്രൂ വെക്റ്റേഴ്സ് വഴി. അത് മോസ്കിറ്റോ വഴി പകരുന്ന അസുഖങ്ങൾ, അതായത് കൊതുക് വഴി പകരുന്ന ഏതൊക്കെ അസുഖങ്ങൾ വരാറുണ്ട്? ഡെങ്കു ഫീവർ ഒരു കൊതുക് പരത്തുന്ന അസുഖമാണ്. മലേറിയ കൊതുക് പരത്തുന്ന അസുഖമാണ്. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്നു. യെല്ലോ ഫീവർ കൊതുക് പരത്തുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മോസ്കിറ്റോ വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്? ഏതൊക്കെയാണ്? ഡെങ്കു ഫീവർ, മലേറിയ, ചിക്കൻ ഗുനിയ. ത്രൂ വെക്റ്റേഴ്സ്, അതായത് മോസ്കിറ്റോയോ, ഈച്ചയോ, കൊതുകോ, മനുഷ്യരോ, ബേഡ്സോ, ഇവയെല്ലാം അസുഖങ്ങൾ ഇവരിൽ നിന്നൊക്കെ അസുഖങ്ങൾ പകരാറുണ്ട്.
അതായത് ഈ മോസ്കിറ്റോയോ ഹൗസ് ഫ്ലൈയോ ഒക്കെ എന്താണ്, ഈ സൂക്ഷ്മജീവികളുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ അവയുണ്ടാകും അത്തരം ചുറ്റുപാടുകളിൽ ചെന്നിരിക്കുമ്പോൾ. എന്നിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ആ ബാക്ടീരിയസിനോ വൈറസിനൊക്കെ നമ്മുടെ ശരീരത്തിലാക്കും. അങ്ങനെ നമുക്ക് അസുഖം വരും, അല്ലെങ്കിൽ അസുഖം വന്നവരിൽ നിന്ന് അല്ലേ നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. അതാണ് ത്രൂ വെക്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി മോസ്കിറ്റോ വഴി പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഡെങ്കു ഫീവർ, മലേറിയ, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, ഇതൊക്കെ മോസ്കിറ്റോ വഴി നമുക്ക് പകരുന്ന അസുഖമാണ്. ഡെങ്കു ഫീവർ, മലേറിയ, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, ഇതെല്ലാം എന്താണ്, മോസ്കിറ്റോ പരത്തുന്ന അസുഖങ്ങളാണ്. ഇനി ഹൗസ് ഫ്ലൈ, ഈച്ച പരത്തുന്ന അസുഖങ്ങൾ ഏതെല്ലാമാണ്? ഡയറിയ, കോളറ, ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഇത് വെള്ളത്തിലൂടെയൊക്കെ പകരുന്ന അസുഖങ്ങളും ഉണ്ട്. എന്നാൽ എന്താണ്, നേരിട്ടും നമുക്ക് പകരാം, അല്ലാതെ ഇതുപോലെ എന്താ പറയുക വെക്റ്റേഴ്സ് വഴിയും പകരാം. ഡയറിയ, കോളറ, ടൈഫോയിഡ് ഫീവറൊക്കെ ഹൗസ് ഫ്ലൈ പരത്തുന്ന അസുഖങ്ങളാണ്. ഇനി ഹ്യൂമൻസ്, മനുഷ്യരിൽ നിന്ന് ഒരാൾക്ക് വന്നാൽ മറ്റൊരാൾക്ക് വരുന്ന അസുഖങ്ങളാണ് ഏതൊക്കെ? ലെപ്രോസി. ലെപ്രോസി എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം എന്ന് പറയും കേട്ടോ. ലെപ്രോസിയുടെ മലയാളം കുഷ്ഠം എന്നാണ്, കുഷ്ഠരോഗം. ലെപ്രോസി. കൺജക്റ്റിവിറ്റീസ്, എന്താ കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെങ്കണ്ണ് എന്ന് പറയും. അപ്പോൾ കൺജക്റ്റിവിറ്റീസ്. കോവിഡ്-19 മനുഷ്യർ വഴിയും പകരാം, എയറിലൂടെ പകരുന്നുണ്ടെന്ന് പറയുന്നു, എന്നാൽ ഒരാളെ തൊട്ടാലും പകർന്നില്ലേ, അപ്പോൾ അതാണ് മനുഷ്യർ വഴിയും പകരാം. കോവിഡ്-19. കോമൺ കോൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ, പനിയും ജലദോഷമൊക്കെ നമുക്ക് സാധാരണ വരുന്നതും പകരുന്ന പനിയുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യർ വഴി പകരാം, ഹ്യൂമൻസ് വഴി. ഇനി ബേർഡ്സ് വഴി എന്തൊക്കെയാണ്? അവിയൻ ഇൻഫ്ലുവൻസ ഓർ ബേർഡ് ഫ്ലൂ, അതായത് പക്ഷിപ്പനി. അവിയൻ ഇൻഫ്ലുവൻസ എന്നും പറയാം, അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ എന്ന് പറഞ്ഞാലും മതി. എന്താണ് അതിൻ്റെ പറഞ്ഞാൽ പക്ഷിപ്പനി അല്ലെ. പക്ഷിപ്പനി വരുന്ന സമയത്ത് നമ്മൾ ചിക്കനൊന്നും വാങ്ങിക്കാറില്ല, ബേർഡ്സ് വഴി പകരുന്ന ഒരു അസുഖമാണ്. പിന്നെ